Watch India's largest kids library only on Jio Hotstar. Download the app now. ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ? യെസ്, ഡബിൾ ഡയമണ്ട് സെക്യൂരിറ്റിയെ കുറിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ഡോണ്ട് വറി, ഓവർ ആൻഡ് ഔട്ട്. ഓക്കെ പേടറാം. അപ്പൊ ഇതാണ് ഡബിൾ ഡയമണ്ടിന്റെ ഫോട്ടോഗ്രാഫ് അല്ലേ? ഒറിജിനൽ ഡയമണ്ട് എക്സിബിഷന്റെ അന്നേ ആൾക്കാരെ മുമ്പിൽ എത്തിക്കുള്ളൂ. തർക്കിക്കണ്ട, അവരകത്തേക്ക് വിട്ടേക്ക്. ലഡു സിംഗ് സാർ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ട്വിൻ ഡയമണ്ട് ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു. അതെവിടെയാണ്? ഓ യെസ്, അത് എക്സിബിഷന്റെ അന്നേ കാണാൻ കഴിയൂ. ഇപ്പൊ അതിനുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഡു സിംഗ് സാർ, ഞങ്ങൾ പ്രസ് റിപ്പോർട്ടറാണ്. TV ന്യൂസിന് വേണ്ടി ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, എടുത്തോളൂ. എപ്പോ വേണമെങ്കിലും എന്റെ ഇന്റർവ്യൂ എടുക്കാം, വേണമെങ്കിൽ ഫോട്ടോ എടുത്തോളൂ. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ആണ്. അതെ അതെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശിവയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഈ ലഡു സിംഗ് സാറ് വെറുതെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. ഓഹോ, ഇയാള് പറയുന്നൊന്നും കാര്യാക്കണ്ടെന്നേ. പുള്ളി വെറുതെ ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞോണ്ടിരിക്കും. ലഡു സിംഗ് സാറേ, ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജന്റ് ജീനിയസ്, സൂപ്പർ ജീനിയസ്, അതിബുദ്ധിമാനായ ഇൻസ്പെക്ടർ ആണെന്ന്. ഓ, എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എങ്ങനെയാണ് ജനങ്ങൾ പോഴ്ത്തുന്നതെന്ന് അറിയോ? പറഞ്ഞോളൂ, കേൾക്കുമ്പോ നല്ലൊരു സുഖം തോന്നുന്നു. ലഡു സിംഗ് സാറേ, ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഡബിൾ ഡയമണ്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഒന്നാണെന്നാണ്. തീർച്ചയായിട്ടും ആരെങ്കിലും ഇത് മോഷ്ടിക്കാതിരിക്കില്ല. നിങ്ങളാണെങ്കിൽ വളരെ മിടുക്കനും കൗശലക്കാരനും ഭയങ്കര ബുദ്ധിയുള്ള ഒരു ഇൻസ്പെക്ടർ ആയതുകൊണ്ട് എന്തെങ്കിലും സുരക്ഷ സന്നാഹം ഒരുക്കിയിട്ടുണ്ടാവല്ലോ. എല്ലായിടത്തും ടൈറ്റ് സെക്യൂരിറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ആരെങ്കിലും കാല് വെച്ച അപ്പൊ തന്നെ അലാറങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും. മോളിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ തന്നെ അവരുടെ മീതെ ലേസര് പതിയും. ആ വാതിലിന്റെ അകത്തേക്ക് കൂടെ ആർക്കും വരാൻ കഴിയില്ല. കാരണം ഈ വാതില് തുറക്കണമെങ്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് തന്നെ വേണമെന്നേ. വളരെ അടിപൊളിയായിരിക്കുന്നു. സൂപ്പർ ഹോസം. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഒന്ന് കാണിക്കാമോ? അതായത് ചിലപ്പോ എങ്ങനെയെങ്കിലും ആരെങ്കിലും അത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലോ? സാറേ, ഫിംഗർ പ്രിന്റ് കൊടുക്കരുതേ. ശിവ, ഏതോ രണ്ട് പെണ്ണുങ്ങള് വന്ന് ലഡു സിംഗിനെ ഒരുപാട് പുകഴ്ത്തി അദ്ദേഹത്തിനുള്ള എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഇപ്പൊ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് വേഗം വന്നേ. പേടാറാം സർ, ആ രണ്ട് സ്ത്രീകളെയും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണേ. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്താം. ഓക്കെ ശിവ. നല്ല ഭംഗിയുണ്ടോ നോക്കിക്കോളൂ. വാവ്, ലഡു സിംഗ് സാറേ, ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. ആർക്കും ഇത് കോപ്പി ചെയ്യാനേ സാധിക്കില്ല. യു ആർ എ ട്രൂ ഇൻസ്പെക്ടർ. താങ്ക് യു ലഡു സിംഗ് സാറേ, യു ആർ എ ജീനിയസ്. ടിവിയിൽ നിങ്ങളുടെ ഇന്റർവ്യൂ കാണാൻ മറക്കരുത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താഴെ വീഴാതെ ഒന്ന് സൂക്ഷിച്ചാ നന്ന്. എന്ത്, ഞാൻ താഴെ വീഴുന്നോ? അതിന് ഞാനിപ്പോ മുകളിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അതെ, ഒന്ന് നിന്നേ. ശിവ, ആ രണ്ട് പെണ്ണുങ്ങൾ ഒരു ചുവന്ന കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊന്ന് ഫോളോ ചെയ്ത് മനസ്സിലാക്കി അവരാരാണെന്ന്. ചിലപ്പോ മോഷ്ടിക്കുന്ന ഗ്യാങ്ങിലത്തെ ആൾക്കാരായിരിക്കും. ഓക്കെ പേടാറാം സർ, താങ്ക് യു. രേവ, കുറച്ച് ആൾക്കാർ ഡബിൾ ഡയമണ്ട് മോഷ്ടിക്കാനുള്ള പ്ലാനുമായിട്ട് റെഡ് കാറിൽ പോവുകയാണ്. നീ ആദ്യം യൂഡിയം വിളിച്ച് വേഗം എക്സിബിഷൻ ഹാളിലേക്ക് വാ. ഓക്കെ ശിവ, ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്താം. ദേ പോകുന്നു റെഡ് കാർ. ചിലപ്പോ ആ ഷൂട്ട് ചെയ്ത സ്ത്രീകൾ അതിൽ കാണും. ഈ കുട്ടിക്ക് തലയ്ക്കെന്താ വട്ടാണോ? ഏ കുട്ടി, നീ എന്ത് കാട്ടായവായി കാണിക്കുന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
ഇൻഫർമേഷനും കൊണ്ടുവന്നല്ലോ അല്ലേ? ഈ മഷൂർ സിംഗ് ഇനി ഒന്നും കൂടി ഫേമസ് ആയി മാറും. ആ ഡബിൾ ഡയമണ്ട് ഇതുവരേക്കും ആർക്കും മോഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ആ അടിപൊളി ഡയമണ്ട് ഞാനായിരിക്കും എടുക്കാൻ പോകുന്നേ. ചെല്ലു, ആദ്യം ആ ലഡ്ഡു സിംഗിന്റെ ഫിംഗർ പ്രിന്റ് ഇംപ്രഷൻ ചെയ്യൂ. ഓക്കേ ബോസ്. ഞങ്ങള് ഡയമണ്ട് എക്സിബിഷൻ കാണാൻ വന്നവരാ. ഇത് എപ്പോഴാ തുറക്കുക? ഇപ്പൊ സമയമായിട്ടില്ല, 1 മണിക്കൂർ കഴിഞ്ഞാ തുറക്കൂ. ഞങ്ങൾ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. വെയിറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ. പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? ഹലോ അങ്കിൾ, ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആ ഫിംഗർ പ്രിന്റ് മാറ്റി വെച്ചു. ഏ കുട്ടി, തോന്നിയ ദിവസം പറയരുത്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആഹാ. ആ. മിഷൻ ഓവർ. എല്ലാവരും വന്നുകൊള്ളുക. മിഷൻ ഓവർ ആയെന്ന് എല്ലാരും വരൂ. മിഷൻ ഓവർ എന്ന് പറഞ്ഞുള്ള അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലഡു സിംഗ് സർ, പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കൂ. എന്റെ ശിവ, ആ കള്ളന്മാർ ഇവിടുന്ന് ഓടിക്കളഞ്ഞത് കണ്ടില്ലേ? ഇനി ആ വാതില് തുറന്നിട്ട് എന്ത് പ്രയോജനം എന്നാ പറ. ലഡു സിംഗ് സർ, ഇപ്പൊ ചോദ്യം ചോദിക്കേണ്ട സമയമല്ല. വേഗം തന്നെ ഡോർ ഓപ്പൺ ചെയ്യൂ. വേഗം ആവട്ടെ. ആ കള്ളൻ മുകളിൽ നിന്ന് വന്ന് ഇത് എടുത്തോണ്ട് പോയി. എന്ത്? ശിവ, അവന്മാരെ വേഗം പിടിക്ക്, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇപ്പൊ തന്നെ കോഴഞ്ഞിട്ടേ ആകും. വേഗം ചെല്ലേ. അല്ല, ഇയാൾ ഗ്ലൈഡറുമായാണല്ലോ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇയാളായിരിക്കും ആ ഡയമണ്ട് മോഷ്ടിച്ചത്. രവ, കള്ളൻ ഡയമണ്ടുമായിട്ട് ഗ്ലൈഡറിലാണ് പോകുന്നത്. ഞാൻ പുറകെ പോവാണ്. നിങ്ങൾ എല്ലാവരും വരൂ. ശരി ശിവ, ഞങ്ങൾ എത്തിയേക്കാം. ശിവ,
നിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നിന്നെ താഴെ ഇടും. നിക്കല്ല പറഞ്ഞ്. ഏയ്, നീ എന്താ ഈ കാണിക്കുന്ന? എന്നെ വിടാനല്ല പറഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്നെ വിടല്ലേ, മുറുക്ക പിടിച്ചോളണേ. വിടല്ലേ 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 എന്നാ പറഞ്ഞത്. ഓക്കെ, നിന്റെ കൂടെ വരുന്നവരോട് പറഞ്ഞേക്ക് പിന്തുടരുന്നത് നിർത്താൻ, അല്ലെങ്കിൽ നിന്നെ ഈ മോളിൽ തന്നെ താഴേട്ടേക്കും. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ പറയാം. ശിവ, നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ ഇയാളെന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇടും. ഞാൻ പിന്നെ കൊക്കയിലാക്കി വീഴുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ നിക്ക്, അവിടെ തന്നെ നിന്നാ മതി. പ്ലീസ്, എനിക്ക് വേണ്ടി പ്ലീസ്. നിങ്ങളുടെ ബൈക്കൊക്കെ ശരിക്കും മറച്ചു വെക്കേ. കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്ത് വരുന്നത് വരേക്കും നമുക്ക് ഇവിടെ ഒളിച്ചേ പറ്റൂ. പക്ഷേ ബോസേ, നമ്മൾ എവിടെയാ ഒളിക്കുക? ഈ കാട്ടിലാവുമ്പോ അവൻ കണ്ടുപിടിക്കുന്നേ. ഈ വോൾക്കാനോയുടെ അകത്ത് ആരും കാണാത്ത ഗുഹയുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് അവിടെയാണ് വന്ന് കളിക്കാറ്. നമുക്ക് അവിടെ ചെന്ന് ഒളിക്കാം. ആർക്കും നമ്മളെ ഒരിക്കലും കണ്ടുപിടിക്കാനാവില്ല. ഞാൻ ആ ഗുഹയുടെ അകത്ത് എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ആ കുട്ടി പറന്നോണ്ട് ഇങ്ങോട്ടാ വരുന്നത്. അവന്റെ കൂടെ അവന്റെ കൂട്ടാളികളുണ്ട്. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് വരൂ. വേഗം ആവട്ടെ. വേഗം ഈ കല്ല് തള്ളി മാറ്റാൻ നോക്ക്. എവിടെ പോയി അവന്മാര്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അല്ല, ഈ സൺറൈസ് റിഫ്ലക്ട് എങ്ങനെയാ ആവുന്നത്? ആ, ശരിയാണല്ലോ. ഇത് 2-3 സ്ഥലങ്ങളിൽ റിഫ്ലക്ട് ആവുന്നുണ്ടല്ലോ. എന്നാ ഒന്ന് നോക്കാം. അവരുടെ ബൈക്കുകളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോ തീർച്ചയായിട്ടും അവർ ഇവിടെ അടുത്ത് തന്നെ കാണും. ചിലപ്പോ ഇതിനകത്ത് കാണാൻ വഴിയുണ്ടോ? ശിവ, ഇവിടെയുണ്ട്. ഇവിടെയാണുള്ളത്, താഴെയാണുള്ളത്. നമുക്ക് വേഗം പോകാം. അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവന്മാർ ചിലപ്പോ ഈ വഴിക്കാവും പോയിട്ടുണ്ടാവാ. വാ, നമുക്ക് നോക്കാം. എന്റെ അമ്മോ! പതുക്കെ സൈക്കിൾ ചവിട്ടി വന്നാ മതി, അല്ലെങ്കിൽ വഴുതി വീഴും. ഞാൻ മുമ്പോട്ട് പോട്ടെ. ബോസേ, ഇതിന്റെ താഴെ വോൾക്കാനെയാണല്ലോ കാണുന്നത്. അതിൽ നിന്ന് പുകയും വരുന്നുണ്ട്. പെട്ടെന്ന് തങ്ങ പൊട്ടിത്തെറിച്ചാലോ? പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഒളിക്കുന്നതാവും നല്ലത്. അവരിവിടുന്ന് പോയ ശേഷം നമുക്ക് പുറത്ത് വന്നാ മതി. കേട്ടല്ലോ? അങ്കിൾ, ഇനി എന്താ കാണാനുള്ളത്? എല്ലാ വഴിയും അടഞ്ഞു കിടക്കാണ്. ഇനി നേരെ വോൾക്കാനോയിലേക്ക് പോയാ മതി. ഓഹോ, ഈ കുട്ടി ഭൂതത്തെ പോലെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വേഗം ചെന്ന് പിടിച്ച കുട്ടിയെ വോൾക്കാനയിലേക്ക് എറിയൂ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്കിൾ, എന്നെ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇവരെ പിടിച്ചെടുക്ക്. വിടാൻ പാടില്ല. ഇനി ഇവൻ പുറം ലോകം കാണരുത്. കൊള്ളാട്ടോ. ബാറ്റ് കളിക്കാൻ കണ്ട സമയം. ഫൈറ്റ് ചെയ്യാൻ നോക്ക്. ഫൈറ്റ് വേഗം ചെല്ല്. ഈ ഡയമണ്ട് ഞാനാണ് എടുത്തിരിക്കുന്നത്.
വെച്ചിരിക്കുന്നത്. ഇനി ഇതാർക്കും കിട്ടില്ല, നിനക്കും തരില്ല. ഞാൻ ഇതിലിടാൻ പോകുന്നു. അതിനുണ്ടെങ്കിൽ നീ വന്ന് എടുത്തോ. ടാൻ ടാൻ. ഞാൻ ഇപ്പൊ തന്നെ വരാം. ശിവ പ്ലീസ് പോകല്ലേ. ശിവ, നീ തിരിച്ചു പോന്നേക്ക്. എപ്പോ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അല്ല, ഡയമണ്ട് കൊണ്ടുവന്നല്ലേ പറ്റൂ. അല്ലെങ്കിൽ സാറിന്റെ ജോലി പോയാലോ സാർ. നിങ്ങൾ പോയിക്കേ അവിടുന്ന്. എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാരും അപകടത്തിൽ പെട്ടു പോവും. പോകൂ, ഞാൻ പറയുന്നത് അനുസരിച്ച് പെട്ടെന്ന് പോകൂ. വന്നേ, നമുക്ക് പോകാം. ശിവ ഓൾക്കനിങ്ങ് വീഴുന്ന തോന്നുന്നത്. ലഡ്ഡു സിംഗ് സാറേ, ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ ഡബിൾ ഡയമണ്ട്. ഇനി ആരും ഇത് തട്ടിപ്പറിക്കാൻ വരില്ല. ഒരു ചെറുക്കൻ ജ്വാലാമുഖിയുടെ മടിത്തട്ടിൽ നിന്നും ഡയമണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശസ്തമാവാനുള്ള അർഹത അവന് മാത്രമാണുള്ളത്. ഞാൻ സ്വരുക്കൂട്ടിയ തരികിട പ്ലാനുകളെല്ലാം ഇവൻ ഒരുത്തന് മാത്രമേ തകർക്കാൻ കഴിയൂ. എന്നാ നമുക്ക് പോകാം മിസ്റ്റർ സത്യദാസ്. ജയിലിലിരുന്ന് ജീവിതം മുഴുവനും ഉണ്ടം പൊരി ഉണ്ടാക്കി പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കിക്കോ. എന്താ, നിനക്ക് സമ്മതല്ലേ? എന്നാ നമുക്ക് പോകാം. Watch India's largest kids library only on Geo Hotstar. Download the app now.